പാലക്കാട് മണ്ഡലത്തിൽ പ്രചരണം കൂടുതൽ ശക്തമാക്കണമെന്ന നിർദ്ദേശവുമായാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വരവ്. കുറഞ്ഞത് 4 തവണയെങ്കിലും വീടുകൾ കയറിയുള്ള പ്രചരണം നടത്തണമെന്നാണ് നിർദ്ദേശം. പാലക്കാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ അവലോകന യോഗത്തിലാണ് സതീശൻ നേതാക്കൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഇനി എന്താണ് കോൺഗ്രസിന്റെ പ്ലാൻ എന്ന് നോക്കാം. ആദ്യം വീടുകളിൽ UDFന്റെ അഭ്യർത്ഥന എത്തിക്കണം. അത് കഴിഞ്ഞ് സ്ഥാനാർത്ഥി നേരിട്ടെത്തി അഭ്യർത്ഥന നടത്തും. തുടർന്ന് കഴിഞ്ഞ 5 വർഷം സ്ഥലം MP എന്ന നിലയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടർമാരോട് നേതാക്കൾ വിശദീകരിക്കും. മുന്നണി ഐക്യത്തിൽ ഒരു വിള്ളലും ഉണ്ടാവരുതെന്ന നിർദ്ദേശവും സതീശൻ നൽകിയിട്ടുണ്ട്. നിലവിൽ റോഡ് ഷോയുമായി മുന്നേറുകയാണ് സ്ഥാനാർത്ഥി. ഏപ്രിൽ 3 ഈ പ്രചരണം അവസാനിക്കും. തുടർന്ന് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രചരണം കൂടുതൽ ശക്തമാക്കും. കോർണർ യോഗങ്ങൾ സംഘടിപ്പിക്കും. പ്രവർത്തനം കുറവുള്ള ബൂത്തുകളിൽ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU പ്രവർത്തകരെ ഇറക്കി പ്രചരണം ശക്തമാക്കും. താൻ തന്നെ നേരിട്ട് പ്രവർത്തനങ്ങൾ വിലയിരുത്തുമെന്നും വി.ഡി. സതീശൻ പറയുന്നുണ്ട്. അതേസമയം മണ്ഡലത്തിൽ പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. 2019 കൈവിട്ട മണ്ഡലം ഇത്തവണ എന്തു വില കൊടുത്തും തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയാണ് LDF സ്ഥാനാർത്ഥിയായ M. വിജയരാഘവൻ. ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷ ഗ്യാരണ്ടിയാണ് ഇത്തവണ വിജയിക്കേണ്ടതെന്ന് വിജയരാഘവൻ പറഞ്ഞു. വളരെ കൃത്യമായ ധാരണയോടുകൂടി തീവ്ര വർഗീയ സംഘപരിവാർ നയങ്ങളെ തടയാൻ മുൻകൈയെടുക്കുന്നത് ഇടതുപക്ഷമാണ്. മോദി സർക്കാരിന്റെ മതാധിഷ്ഠിത നിലപാടുകൾക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നത് കേരളവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമാണ്. ഇടതുപക്ഷം നടത്തുന്ന ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് എന്നാണ് വിജയരാഘവൻ വ്യക്തമാക്കിയത്. 2019 CPM കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ മണ്ഡലമാണ് പാലക്കാട്. 3ാം അംഗത്തിനിറങ്ങിയ MP രാജേഷ് കോൺഗ്രസിന്റെ VK ശ്രീകണ്ഠനോടാണ് പരാജയം രുചിച്ചത്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ വോട്ടുകൾ ശ്രീകണ്ഠനിലേക്ക് ഒഴുകുന്നതായിരുന്നു അന്നത്തെ കാഴ്ച. 3,99,274 വോട്ടുകളായിരുന്നു ശ്രീകണ്ഠൻ നേടിയത്. MP രാജേഷിന് 3,87,637 വോട്ടുകളും ലഭിച്ചു. ഇത്തവണ വോട്ട് ഇരട്ടിയാക്കുമെന്നാണ് ശ്രീകണ്ഠൻ അവകാശപ്പെടുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാറാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകി DCC ജനറൽ സെക്രട്ടറി പാർട്ടി വിട്ട് CPM ചേർന്നതും ശ്രദ്ധേയമായി. ഷൊർണൂർ നഗരസഭാംഗം കൂടിയായ ഷൊർണൂർ വിജയനാണ് CPM-ലെത്തിയത്. കോൺഗ്രസ് വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു വിജയന്റെ പാർട്ടി മാറ്റം. നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ഞാൻ വളരെ ശരിയെന്ന് വിശ്വസിച്ചിരുന്ന ഒരു പ്രസ്ഥാനം ഇപ്പോൾ വഴിതെറ്റിയാണ് സഞ്ചരിക്കുന്നത്. അബദ്ധ സഞ്ചാരം അഥവാ വർഗീയതയ്ക്കൊപ്പം രഹസ്യമായി സഞ്ചരിക്കുന്നുവെന്ന കാഴ്ചപ്പാടിലാണ് ആ പ്രസ്ഥാനത്തോട് വിട പറയാൻ തീരുമാനിച്ചത്. കുറച്ചു കാലമായി ഇത് ആലോചിക്കുന്നുണ്ട്. മാനുഷിക മൂല്യങ്ങളോടെ കാര്യങ്ങളെ കാണുകയും വർഗീയതയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നത് CPM ആണെന്ന ദീർഘവീക്ഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പാർട്ടി വിട്ട് CPM-ൽ ചേരാൻ തീരുമാനിച്ചതിന് പിന്നിലെന്നാണ് നേതാവ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്.